സന്നിധാനത്തെ വാർത്തകൾ തീരുന്നില്ല. ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിൽ സന്നിധാനത്ത് ഉദ്യോഗസ്ഥർക്ക് കർശന സുരക്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കച്ചവടക്കാർക്കും ഡോളിക്കാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ട്രാക്ടർ സ്പീഡ് നിയന്ത്രണ വിധേയമായി ഡിസംബർ മാസത്തിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. വിവരങ്ങളുമായി മിഥുൻ മുരളി വീണ്ടും ചേരും. മിഥുൻ, സുരക്ഷയ്ക്ക് ഒരു കുറവുമില്ല. കഴിഞ്ഞ ദിവസം പോലീസ് വെളിപ്പെടുത്തിയിരുന്നു ഓരോ ഇടത്തും എത്ര പേര് വീതം വിന്യസിച്ചിട്ടുണ്ട് എന്നതടക്കം. ഇപ്പോൾ ഡൽഹി സ്ഫോടന പശ്ചാത്തലമുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണോ സന്നിധാനത്ത്? കൃഷ്ണരാജ്, സന്നിധാനത്ത് തീർത്ഥാടന കാലത്ത് ആദ്യം ചുമതലയേൽക്കുന്ന ബാച്ചിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ് ATS സ്പെഷ്യൽ ഓഫീസർ സുനിൽ. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ഓഡിറ്റോറിയത്തിലാണ് പ്രത്യേക നിർദ്ദേശങ്ങൾക്ക് വേണ്ടി മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്തിരിക്കുന്നത്. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ആദ്യഘട്ടത്തിൽ ആദ്യ ബാച്ചായിട്ട് ചുമതലയേൽക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ATS സ്പെഷ്യൽ ഓഫീസർ സുനിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നിമിഷമായിട്ട് വലിയ നിർദ്ദേശങ്ങളാണ് ഈ സമയത്ത് തീർത്ഥാടന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിൽ കർശന സുരക്ഷ സന്നിധാനത്ത് നിയോഗിക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നത്. എല്ലാ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കച്ചവടക്കാർക്കും ഡോളി സർവീസുകാർക്കും എല്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് പരിശോധിക്കാനും കൃത്യമായി തന്നെ അതെല്ലാം വിലയിരുത്താനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ട്രാക്ടറിന് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് അമിതമായ വേഗത ഉള്ളതായി സ്പെഷ്യൽ ഓഫീസർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ക്രമീകരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മിതമായ സ്പീഡിൽ മാത്രം ട്രാക്ടർ സർവീസ് നടത്തുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്ന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, റൂമറുകൾ പരക്കാതെ സന്നിധാനത്ത് പരന്ന് ഭക്തജനങ്ങളിലേക്ക് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി ശ്രദ്ധ പുലർത്താനാണ്, പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഈ ഡൽഹി സ്ഫോടന പശ്ചാത്തലത്തിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം അതീവ ശ്രദ്ധ പുലർത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള പരിശോധനകൾ എല്ലാ ദിവസവും കർശനമായി തന്നെ നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ ATS SP നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം അനധികൃതമായി കച്ചവടവുമായി സന്നിധാനത്തേക്ക് എത്തുന്ന വ്യക്തികൾ ഉണ്ട്, കച്ചവടക്കാരുണ്ട്. അത് സാധാരണ ലോട്ടറി കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ സന്നിധാനത്തേക്ക് എത്താറുണ്ട്. ഈ കാലയളവിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഈ അനധികൃതമായിട്ടുള്ള കച്ചവടക്കാരെ മുഴുവൻ സന്നിധാനത്ത് നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമായി തന്നെ സന്നിധാനത്ത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ATS SP സുനിൽ നിർദ്ദേശമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, മറ്റ് വിഭാഗങ്ങളുമൊക്കെയായി ചേർന്നുകൊണ്ട് കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുലർത്തണം. ഒപ്പം കഴിഞ്ഞ തവണ മണ്ഡലകാലത്തും മാസപൂജാ സമയങ്ങളിലുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അത് 18-ാം പടിയിൽ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ ചെരുപ്പിട്ടുകൊണ്ട് സോപാനത്തിന് സമീപം പോലീസ് ഉദ്യോഗസ്ഥർ കയറുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തവണകളിൽ മാസപൂജാ സമയത്തെല്ലാം ആവർത്തിച്ചതാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളായി ഉള്ളതാണ്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നുള്ള ഏതായാലും പോലീസിന്റെ ഒരു അവലോകന യോഗം അവിടെ നടക്കുന്നുണ്ട്. ഏതായാലും ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്.